All the best. താങ്ക് യു മാം. ശ്രീജിത്ത് സർ, ഈ ഒരു പെർഫോമൻസ് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസ് എല്ലാം തീരുമ്പോൾ വളരെ ചടുലമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. എനിക്ക് തോന്നിയത് പ്രധാനമായിട്ട് ഇതിന് 2 കാരണങ്ങളുണ്ടാവാം. ഒന്ന്, സങ്കീർണമായിട്ടുള്ള ഒരു തീം 5 മിനിറ്റിനുള്ളിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നാച്ചുറലി അതിൻ്റെ പേസ് കൂടും. 2, തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ്. അപ്പോൾ തിന്മ കാണിക്കുന്ന സമയത്ത്, ഈവിൾ കാണിക്കുന്ന സമയത്ത് ഈവിൾ പതുക്കെയല്ല, അതിനെ അതിൻ്റെ ആ ചടുലതയോടുകൂടി തന്നെ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ ടീമുകളും നന്നായിട്ട് തന്നെ അത് പെർഫോം ചെയ്തു. നിങ്ങൾ ചെയ്തിരിക്കുന്നതിനകത്തിൽ അതിൻ്റെ ആ ചടുലതയുണ്ട്, ആ മ്യൂസിക്കുമായിട്ടുള്ള ഒരു സിങ്ക് ഉണ്ട്, നിങ്ങളുടെ ഫോർമേഷൻസ് ഭംഗിയായിരുന്നു. ഒപ്പം സിങ്ക്രണൈസേഷൻ ആവശ്യമുള്ള സമയത്ത് അത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നിങ്ങളത് ചെയ്യുകയും ചെയ്തു. ആ തീമുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, എസ്പെഷ്യലി അതിൻ്റെ എൻഡിങ് പോസ് എന്നൊക്കെ പറയുന്നത് അതിഗംഭീരമായിരുന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട്, എന്നാൽ ആ പ്രോപ്പർട്ടികളെല്ലാം തന്നെ നിങ്ങളുടെ ആ ഒരു തീമിന് എങ്ങനെയാണോ അത് ഉപകരിക്കുന്നത് അത് ആ രീതിയിൽ പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കാണാൻ വളരെ ഭംഗിയുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്, മികച്ച നർത്തകരായി വരിക. താങ്ക് യു. താങ്ക് യു സർ. അങ്ങനെ നമ്മൾ കമന്റ്സ് കേട്ട് കഴിഞ്ഞു. നമ്മളുടെ 5 പെർഫോമൻസും ഇതോടുകൂടെ അവസാനിക്കുകയാണ്. ഇപ്പൊ അടുത്തൊരു റൗണ്ടും കൂടെ കഴിഞ്ഞാലേ നമുക്ക് എന്താണ് നിങ്ങൾ ഈ ഡാൻസ് ചെയ്തതിന്റെ ഒക്കെ ഒരു റിസൾട്ട് വന്നിരിക്കുന്ന, മാർക്സ് വന്നിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഗ്രാൻഡ് ഫിനാലെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫിനാലയിലെ ചക്രവ്യൂഹം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം പത്മവ്യൂഹം.